ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നാണ് പ്ലംബിങ്ങിൻ്റെ വർക്ക്. പ്ലംബിങ്ങിൻ്റെ വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈ പ്രഷർ നമുക്ക് എല്ലാ ടാപ്പുകളിലും ലഭിക്കണം. എല്ലാ ടാപ്പുകളിലും ലഭിക്കാനായിട്ട് നമുക്ക് എങ്ങനെ പ്ലംബിങ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്രയും ചെയ്യണമെന്ന് നിർബന്ധമില്ല, PVC ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ആദ്യമേ കാണുന്ന പോലെ തന്നെ ASTM പൈപ്പുകളാണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രഷർ പമ്പ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ചെയ്യുക അവർ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ASTMൻ്റെ പൈപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വൈറ്റ് ആയിട്ട് കാണുന്ന 3 പൈപ്പുകൾ 4 പൈപ്പുകളില്ലേ, അതെല്ലാം ASTM ആണ് വന്നിരിക്കുന്നത്. ഇത് 2 ഇഞ്ചാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറക്കുന്ന മെയിൻ വെള്ളം വരുന്നത്. ASTMൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ മെയിൻ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ വാൽവ് നമ്മൾ താഴെ വെച്ച് കൊടുത്തു. നമ്മൾ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് ക്ലോസ് ചെയ്യാം, ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഓപ്പൺ പൊസിഷനാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റണ്ണിങ്ങിൽ വരുന്നത് ഓൾറെഡി ഓക്കെ അടിക്കുക, വട്ടം വരുന്നത് അത് ബ്ലോക്ക് ആയിരിക്കും എന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും ASTMന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ഇത് 2 ഇഞ്ചെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ASTM എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഇഞ്ചെന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ PVCയിലൊക്കെയാണെങ്കിൽ 63 mm എന്നാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ചിൻ്റെ പൈപ്പ് മാർക്ക് ചെയ്യുന്നത്. ASTMൽ പിന്നെ അടുത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടാങ്കിലേക്ക് കയറുന്ന വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കൊടുത്തിരിക്കുന്ന 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് പൈപ്പ് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓവർഫ്ലോ നമ്മൾ 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊന്ന് അതിൻ്റെ വേസ്റ്റ് വാട്ടർ ഇതിലൂടെ കളയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. അതായത് മെയിൻ വാൽവിൽ നിന്നും കളയുന്നതിന് വേണ്ടിയിട്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഈ വാൽവ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ടാങ്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ വാൽവ് നമുക്ക് താഴെ കൊടുക്കുകയാണെങ്കിൽ ആ ടാങ്കിൻ്റെ മുകളിൽ കയറി കഴുകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ താഴെ ഈ വാൽവ് ക്ലോസ് ചെയ്താലും ഓപ്പൺ ചെയ്താലും നമുക്കത് സിമ്പിളായിട്ട് കഴുകി ഈ വാൽവ് കൊണ്ട് കഴുകി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് വേസ്റ്റ് ഉള്ളത് പുറത്തേക്ക് പോകും. പിന്നെ 3/4 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് CPC വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം 1/2 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ 4 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ അടുത്ത 3/4 ഇഞ്ച് നമ്മൾ മുനിസിപ്പൽ വാട്ടർ അല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്ത് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതായത് പൊതുവിലായെന്ന് പറഞ്ഞ ടാപ്പ് വരുന്നുണ്ട്, അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ CPVC പൈപ്പ്, അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പൈപ്പ് കൊടുത്ത്. പിന്നെ 1/2 ഇഞ്ച് പൈപ്പ്, ഇത് കാണുന്ന 1/2 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 1/2 ഇഞ്ച് പൈപ്പ് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പൈപ്പ് കൊടുത്താണ് ആ കാണുന്നത്. പിന്നെ 4 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുകളിലുള്ള ബാത്റൂമിൽ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ എയർ പോകുന്നതിന്, സെപ്റ്റിക്കിൻ്റെ എയർ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഭിത്തിയോട് അടുപ്പിച്ചല്ല ചെയ്തിരിക്കുന്നത്, ചാനൽ അടിച്ച് ഒരു ഭിത്തിയിൽ നിന്ന് അകലം പാലിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു നീറ്റായിട്ട് അവർ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് വരുന്നത്. അതല്ലാതെ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ലെവലിൽ നമ്മൾ ഭിത്തിയോട് ചേർത്ത് അടിച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇത് തന്നെ വേറൊന്നുമല്ല, നമുക്കിതിൻ്റെ അകത്ത് ASTM പൈപ്പുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രഷർ പമ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക്, അതായത് വീട്ടുകാർക്ക് കുറച്ചുകൂടി ഹൈ കോസ്റ്റിൽ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ASTM പൈപ്പുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ പ്രഷർ യൂസ് ചെയ്താലും പൈപ്പുകളൊന്നും പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ന് വിചാരിച്ച് PVC പൈപ്പിൽ ഹൈ പ്രഷറിൽ നമ്മൾ വാട്ടർ കണക്ഷൻ കാണികളിൽ പമ്പ് കണക്ട് ചെയ്തെന്ന് വിചാരിച്ച്, പ്രഷർ പമ്പ് കണക്ട് ചെയ്തെന്ന് വിചാരിച്ച് യാതൊന്നും സംഭവിക്കാനില്ല. നല്ല പൈപ്പുകൾ വരുന്നുണ്ട്. സുപ്രീമിൻ്റെ പൈപ്പുകളാണെങ്കിലും സ്റ്റാറിൻ്റെ പൈപ്പുകളാണെങ്കിലും ആസ്റ്ററിൻ്റെ പൈപ്പുകളാണെങ്കിലും നല്ല രീതിയിൽ ഫിനോലെക്സിൻ്റെ പൈപ്പുകളാണെങ്കിലും നല്ല സ്ട്രോങ് പൈപ്പുകൾ വരുന്നുണ്ട്. PVC പൈപ്പുകൾ വരുന്നുണ്ട്. പൈപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വാട്ടർ ലൈന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് 6 kg തന്നെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രഷർ ലൈനിൽ പൊട്ടി പോകാതിരിക്കാൻ 6 kg എങ്കിലും കൊടുക്കണമെന്നുള്ള ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ചാനൽ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.